30 വയസ്സുള്ളവരിൽ ഷുഗറും കൊളസ്ട്രോളൊക്കെ പോലെ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് യൂറിക് ആസിഡ്. ഒരു 25-നും 30-നും ഇടയിൽ തീരെ ജീവിതശൈലി ചിട്ടയൊന്നും ഇല്ലാത്ത ഒരു 10 ആൾക്കാരുടെ ബ്ലഡ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ അതൊരു 9 ആൾക്കാർക്കും ഈ യൂറിക് ആസിഡ് കോമൺ ആയിട്ട് വരുന്നൊരു പ്രശ്നമായിട്ട് മാറി. യൂറിക് ആസിഡ് കൂടുമ്പം നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ജോയിൻസിൽ നല്ല വേദന ഉണ്ടാവുക, മെയിനായിട്ട് നമ്മൾ പെരുവിരലിലും അതുപോലെ ഉപ്പൂറ്റിയിൽ മുട്ടിലൊക്കെ ആയിട്ട്. പിന്നെ ഈ ജോയിൻസിൽ നല്ല വീക്കം കാണുക, അതുപോലെ തന്നെ ജോയിൻസ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിവർത്താനും മടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന എല്ലാവർക്കും ഇതേ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. പിന്നെ അതുപോലെ നമ്മൾ മെയിനായിട്ടൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ റെഡ് മീറ്റ്സ് ഒഴിവാക്കുക. ഈ റെഡ് മീറ്റ് മാത്രമാണ് ഇവിടെ വില്ലനായിട്ട് നിൽക്കുന്നുള്ളത് അല്ല, നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന ബാറ്ററി ഐറ്റംസ്, എണ്ണക്കടികൾ, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, പിന്നെ നമുക്കുണ്ടാവുന്ന ഫാറ്റി ലിവർ, അമിതവണ്ണം, പിന്നെ അതുപോലെ വെള്ളം കുടിയൊക്കെ തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ആൽക്കഹോളോ ബിയറൊക്കെ കുടിക്കുകയാണെങ്കിൽ ഉറക്കമില്ലായ്മ, സ്ട്രെസ്സ്, ഇതൊക്കെയാണ് ഇവിടെ പ്രധാന വില്ലന്മാരായിട്ട് വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ശരിയാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ യൂറിക് ആസിഡ് നോർമൽ ആകും. നമ്മൾ ബ്ലഡ് ടെസ്റ്റിൽ യൂറിക് ആസിഡിന് 7 താഴെ നിർത്താൻ മാത്രമല്ല വേണ്ടത്, ഈ പറഞ്ഞ കാര്യങ്ങളെ കൂടെ ചികിത്സിച്ച് റെഡിയാക്കാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്.